ഉരുൾപൊട്ടലിൽ നോട്ട്ബുക്കുകൾ നഷ്ടമായ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും കൂട്ടുകാർക്ക് പുസ്തകങ്ങൾ എഴുതി നൽകുകയാണ് കോഴിക്കോട്ടെ ഒരുപറ്റം വിദ്യാർത്ഥികൾ. മാറാട് ജിനരാജദാസ് ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പുസ്തകങ്ങളിൽ സ്നേഹത്തിൻ്റെ മഷി പുരട്ടുന്നത്. മാറാട് ജിനരാജദാസ് ALP സ്കൂളിലെ കൂട്ടുകാർ നോട്ടുബുക്കുകൾ പകർത്തിയെഴുതുന്ന തിരക്കിലാണ്. ഇടവേളകളൊന്നും പാഴാക്കരുത്. ജൂൺ മാസം മുതലുള്ള പാഠഭാഗങ്ങൾ എഴുതി തീർക്കണം. ആ പുസ്തകങ്ങളും കാത്ത് ചിലരുണ്ട്. കുത്തിക്കുറിച്ച നോട്ടുബുക്കുകളെല്ലാം കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചലിൽ ഒലിച്ചുപോയ ചിലർ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും കുരുന്നുകൾ. വാർത്തയിൽ കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടേനി ഞങ്ങളെ മാഷ്മാർ പറഞ്ഞത് എഴുതി കൊടുക്കാൻ. അതുമല്ല, വയനാട്ടിൽ സ്കൂളിൽ പോയി ഓരോ ബുക്കൊക്കെ പോയി. അപ്പോൾ അവർക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ ബുക്ക് വേണമെന്ന് മാഷ്മാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ എഴുതിക്കോളാം പറഞ്ഞ് ഞങ്ങൾ എഴുതി. വിട്ടുപോയ ഭാഗങ്ങൾ നോട്ട്സ് എഴുതി കൊടുക്കുക. 138 കുട്ടികൾക്കുള്ള നോട്ട് ബുക്കുകളാണ് തയ്യാറായത്. അടുത്ത ദിവസം അധ്യാപകർ ബുക്കുകളുമായി വയനാട്ടിലെത്തും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് അവരുടെ ഈ കളഞ്ഞുപോയ നോട്ട് ബുക്ക്, ഇതുവരെയുള്ള ഓണപരീക്ഷ വരെയുള്ള നോട്ട് പുസ്തകങ്ങൾ കുട്ടികൾക്ക് അവരെ കൊണ്ട് തന്നെ എഴുതി കൊടുത്താലോ എന്നൊരാശയം വന്നു. അത് ഞങ്ങൾ കുട്ടികളായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവരെ കൊണ്ട് എഴുതിച്ചു. അപ്പോൾ ഇവരെ ഓണപരീക്ഷയുള്ള എല്ലാ പാഠഭാഗങ്ങളും ഞങ്ങൾ അവരെ കൊണ്ട് ഒരു കോപ്പി എഴുതിയിട്ട് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കുട്ടികൾക്ക് അവരുടെ എണ്ണമൊക്കെ അന്വേഷിച്ച് വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിലേക്കുള്ള അക്ഷരസ്പർശത്തിന് സ്കൂളിട്ട പേര് ആർദ്രം. സ്നേഹത്തിൻ്റെ മഷി പുരണ്ട ഈ പ്രവൃത്തിക്ക് മറ്റെന്ത് പേര് നൽകാൻ? കോഴിക്കോട്.